ലൂബ്രിക്കന്റ് വിപണിയിൽ എൽഫ് ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് മൊത്തവിതരണം ഡയമണ്ട് വെൽത്ത് കമ്പനിയെ ഏൽപ്പിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒമാൻ വിപണിയിൽ മുൻനിരയിലുണ്ടായിരുന്ന എൽഫിന്റെ പ്രതാപകാലം വീണ്ടെടുക്കാനാണ് ഈ കരാറെന്ന് ഡയമണ്ട് വെൽത്ത് സിഇഒ താരിഖ് അബ്ദുൽ അസീസ് അലി അൽ ഷൻഫാരി പറഞ്ഞു. This time people forget Alf. Now we are here to remind them about Alf and to put Alf in the picture and I don't think Alf will find difficultly to find a share market here. ഒമാനിൽ ഒരു വർഷത്തിനുള്ളിൽ 10 ഇടങ്ങളിൽ എൽഫ് സർവീസ് കേന്ദ്രങ്ങൾ തുറക്കുമെന്ന് റീജിയണൽ ബിസിനസ് മാനേജർ അശ്വിൻ ബാസി പറഞ്ഞു. ഇവിടെ വാണിജ്യ വാഹനങ്ങൾക്കായി പ്രത്യേക സർവീസ് സംവിധാനം ഒരുക്കും. ഇനിഷ്യലി ഓൾ ഓവർ ഒമാനാണ് 10 സർവീസ് സെന്റേഴ്സ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനിഷ്യലി നമ്മൾ ഈ വർഷം എൻഡോടുകൂടി മസ്കറ്റിൽ നമ്മൾ ഒരെണ്ണം ഓപ്പൺ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലായിടത്തും ബ്രാഞ്ചസ് ഉണ്ട് ഒമാനിലിപ്പം. മേജർ ബ്രാഞ്ചസ് ലൈക്ക് സലാല ഉണ്ട്, നിസ്വ ഉണ്ട്, സോഹാറിലുണ്ട്, പിന്നെ ഗാലയിലുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, ക്വിക്ക് ഫിക്സ് എന്നാണ് നമ്മുടെ കോൺസെപ്റ്റിന് പേര്. ടോട്ടൽ മാർക്കറ്റിംഗ് മിഡിൽ ഈസ്റ്റ് എംഡി ഡേവിഡ് കാലിഫ്, താരിഖ് അബ്ദുൽ അസീസ് അലി അൽ ഷൻഫാരി എന്നിവർ കരാറിൽ ഒപ്പിട്ടു. ഡയമണ്ട് വെൽത്ത് ജനറൽ മാനേജർ കെ എ ഷാനവാസും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 മസ്കത്ത്.